അധിക പേർക്കും അറിയാത്ത മൊബൈൽ ഫോണിലെ ഈ ഡാർക്ക് മോഡ് ഓണാക്കിയാൽ 3 ഉപകാരങ്ങളും അതുപോലെ തന്നെ ഈ ഡാർക്ക് മോഡ് ഓണാക്കിയാൽ ഇത് സെറ്റിങ്സിൽ മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബാറിലും. പക്ഷേ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളും എങ്ങനെ നമുക്ക് ഡാർക്ക് മോഡ് ഓണാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ആദ്യത്തെ ഉപയോഗം ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡാർക്ക് മോഡ് ഓണാക്കാത്ത സമയത്ത് ഇവിടെ കണ്ടില്ലേ, എല്ലാ ഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. നേരെ ഡാർക്ക് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഈ ഇത്രയും നേരം വൈറ്റ് നിറം കാണിച്ച ഭാഗമൊക്കെ ഡാർക്കിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോസസ്സിനൊക്കെ നല്ലതാണ് ഈ ഒരു ഡാർക്ക് മോഡ്. കാരണം ഈ വൈറ്റ് നിറം പറയുമ്പോൾ എല്ലാ ഭാഗത്തും ബ്രൈറ്റ്നസ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് സിമ്പിളാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ബാറ്ററി ലൈഫ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് പല പേർക്കും ഇത് കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മളുടെ ഈ സ്റ്റാറ്റസ് ബാറിൽ ഈ ഡാർക്ക് മോഡ് മാത്രം ഓണാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും ഓണാക്കിയാൽ മാത്രമേ ആ ഒരു ബാറ്ററി ലൈഫ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഉപകാരം സിമ്പിളാണ്. ഡാർക്ക് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിന് വേദന ഉള്ളവർക്കൊക്കെ ഡാർക്ക് മോഡ് ഓണാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി കണ്ണിന് വേദന ഇല്ലാത്തവർക്ക് കണ്ണ് വേദന ആവാതിരിക്കാനും ഡാർക്ക് മോഡാണ് ഏറ്റവും ഉചിതം. ഇനി നമുക്ക് തുടങ്ങിയ കുറച്ച് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് ഡാർക്ക് മോഡിലേക്ക് മാറ്റാം നോക്കാം. ഇനി അധികം മൊബൈൽ ഫോണിലും ഈ ഡാർക്ക് മോഡ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ ഓട്ടോമാറ്റിക് ഡാർക്ക് മോഡിലേക്ക് കൺവേർട്ട് ആകും. സിസ്റ്റം അപ്ഡേറ്റ് അങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് ഡാർക്ക് മോഡ് വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിലേക്ക് വന്നാൽ ഇവിടെ താഴെ ഇവിടെ കാണാൻ സാധിക്കും ചാറ്റ്. ഈ ചാറ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തീം കാണാൻ സാധിക്കും. ഈ തീമിൽ ക്ലിക്ക് ചെയ്താൽ ഈ സിസ്റ്റം ഇവിടെ ഡാർക്ക് മോഡ് ഓൺ ആണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും സിസ്റ്റം ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡാർക്ക് മോഡ് ആയിരിക്കും വാട്സപ്പിൽ. അപ്പോൾ നമുക്ക് വാട്സപ്പ് മാത്രം ഇങ്ങനെ ആക്കണമെങ്കിൽ ഈ വാട്സപ്പ് ലോക്ക് കൊടുത്ത് ഡാർക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വാട്സപ്പ് ലോക്കാവും. അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ ജനറൽ കാണാൻ സാധിക്കും. ജനറൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അപ്പറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡാർക്ക് തീം കാണാൻ സാധിക്കും. ഡാർക്ക് തീമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ യൂട്യൂബ് ഇത്തരത്തിൽ ലോക്ക് ആകുന്നതായിരിക്കും. ഇനി പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്ത് സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ജനറൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തീം കാണാൻ സാധിക്കും. ഈ തീമിൽ ക്ലിക്ക് ചെയ്ത് ഡാർക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി നേരെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ഡാർക്ക് ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാർക്ക് മോഡ് ഇവിടെ എനേബിൾ ആയി വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഇതുപോലെ ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് പ്രൈവസി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടും സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് ഡാർക്ക് മോഡ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇതുപോലെ ഡാർക്ക് മോഡ് എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും. ഓണാക്കി കൊടുത്താൽ ഇതും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. അതിൽ 3 ഡോട്ട് അതിലും ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും തീം എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡാർക്ക് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ക്രോമും നമുക്ക് ഇതുപോലെ തന്നെയാണ് ഗൂഗിൾ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാം.